ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ? ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ പൊന്നു? ഇപ്പം അതേ വരുമല്ലോ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യാൻ വീട്ടിൽ വരെ. എക്കട്ടം വേണ്ട ഈ നിപ്പ് ഇങ്ങനെ അവനുള്ളതാ കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കണ്ടോ ഇപ്പം ഈ നിൽക്കുന്ന കണ്ടോ, കണ്ടോ കണ്ടോ നിൽക്കുന്നതാണ് കണ്ടോ. അവനറിയാം ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പം ഞാൻ കെട്ടിയിട്ടേക്കുന്ന കേട്ടോ. കെട്ടിയില്ലെങ്കിൽ ഓടിക്കളയും കട്ടിൻ്റെ അടിയിലേക്ക്. ഇപ്പം ആൾ വരും. എന്നെ വിളിച്ചായിരുന്നു, അമ്മയെ വിളിച്ചായിരുന്നു ഫോണിൽ. ഇപ്പം ദേ വരുന്നു ഒന്ന്. ഒരുത്തരും ഇച്ചിരി വേദന എടുക്കും. മാസ്കൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. മാസ്ക് വേണം വെക്കാൻ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളെ എല്ലാ വർഷവും ഡോക്ടർ വിടുന്ന ആളാണ് കേട്ടോ വരുന്നത്. അവിടെ കൊണ്ടുപോയും ചെയ്ത് നമ്മുടെ നേരെയാണല്ലോ. അപ്പോൾ ഒരാളെ വിടും, എല്ലാവരുടെ വീട്ടിലും വിടും, വീടുകളിൽ അങ്ങനെയാണേ. ഇഞ്ചക്ഷൻ ചെയ്യാൻ ആനി വരും പൊന്നിനെ. ഇഞ്ചക്ഷൻ ചെയ്യാൻ വരും. ഇവിടെ സൂയി വെക്കും ഇഞ്ചക്ഷൻ. തമ്പായി അയ്യോ, ഉവാച്ചി വരാതിരിക്കാനല്ലേ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നേ? ഉവാച്ചി വരാതിരിക്കാനല്ലേ? പൊന്നിന് മനസ്സിലായി, ഉവാച്ചി വരാതിരിക്കാനല്ലേ. അവൻ്റെ ബെൽറ്റ് കെട്ടിയിട്ടേക്കണം. അത് അതിലെ ഓടിക്കളയേ. അയാളെ കാണുമ്പം തന്നെ ഓടിക്കളയോ. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വരും കേട്ടാ. ഡോക്ടർ വരട്ടെ എന്നിട്ട് ചെയ്യാട്ടെ. അവിടെ ഇരുന്നോ പൊന്ന്, അവിടെ ഇരുന്നോ, അതുവരെ ഇരുന്നോ, AC ഇരുന്നോ. ചൂട് എടുക്കണ്ട. ചോറൊക്കെ കൊടുത്തു, തൈരും പഴമൊക്കെ കൂട്ടി എന്നോട് പറഞ്ഞു ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. ഇഞ്ചക്ഷന് മുമ്പ് ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. ഭക്ഷണം കൊടുത്തു ഒക്കെ ഇരിക്കണ. നല്ല ചൂടുവെള്ളത്തിൽ മസാജൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ടു. ഡോക്ടർ വരുമ്പോൾ നല്ല വാസനയൊക്കെ എൻ്റെ പൊന്നിന് വരണ്ടേ. ഡോക്ടർ പറയണ്ടേ നല്ല ഗുഡ് വാസനയാണെന്ന് പറയണ്ടേ ഡോക്ടറൊക്കെ. അതിന് വേണ്ടി പല്ലൊക്കെ തേച്ച് കൊടുത്തു. പല്ലൊക്കെ നോക്കൂലേ ഇങ്ങനെ ഡോക്ടർ, പല്ലൊക്കെ നോക്കൂലേ?